ഫസ്റ്റ് ചാപ്റ്ററിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ് അപ്രൈറ്റ് ലൈൻ അതുപോലെ സ്ലാൻറ്റിംഗ് ലൈൻ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെയാണ് റെക്റ്റാങ്കിൾ വരയ്ക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ആണ് പാരലലോഗ്രാം. അടുത്തത് എങ്ങനെയാണ് ട്രപ്പീസിയം വരയ്ക്കുക എന്നും കൂടി പഠിക്കണം. പേജ് നമ്പർ 14 സെക്കൻഡ് ആൻഡ് തേർഡ് വരച്ച് പഠിക്കേണ്ടത്. ആദ്യത്തേത് ക്യൂബോയിഡും രണ്ടാമത്തെ ക്യൂബുമാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് സർക്കിൾ വിത്ത് റേഡിയസ്. റേഡിയസ് തന്നിട്ടുണ്ടായിരിക്കും. റേഡിയസ് വെച്ച് വേണം നമ്മൾ കോമ്പസ് യൂസ് ചെയ്ത് സർക്കിൾ വരയ്ക്കാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിവൈസ് ചെയ്യണം. പേജ് നമ്പർ 18 ഈ രണ്ട് ഫിഗേഴ്സും വരച്ച് പഠിക്കണം. അടുത്തത് ചാപ്റ്റർ 2 ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാണ് നമ്പർ നെയിം എഴുതുക? ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, ലാക്സ്, ക്രോർസ്. ഇത് നമ്മൾ എങ്ങനെയാണ് വായിക്കുക? 145 crore, 67 lakhs, 89,678. ഇപ്പോൾ 145 crores ഉണ്ട്. നമുക്കറിയാം 100 കോടി ആയാൽ 1 ബില്യൺ ആണ് അല്ലേ? നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേജ് നമ്പർ 26 3 ഡിജിറ്റ് തന്നിട്ട് എത്ര നമ്പേഴ്സ് ഫോം ചെയ്യാൻ പറ്റും? 6 ആണ് ആൻസർ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 28 4 ഡിജിറ്റ് തന്നിട്ട് എത്ര നമ്പേഴ്സ് ഫോം ചെയ്യാൻ പറ്റും? അപ്പോൾ ആൻസർ 24 ആണ്. ആ 4 ഡിജിറ്റിൽ ഒരെണ്ണം 0 ആണെങ്കിൽ 18 ആണ് ഉത്തരം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഹൗ മെനി 1 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ? 9. 2 ഡിജിറ്റ് നമ്പേഴ്സ് 90. 3 ഡിജിറ്റ് നമ്പേഴ്സ് 900. 4 ഡിജിറ്റ് നമ്പേഴ്സ് 9000. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് ആ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് മാറ്റർ ആണ് ഇൻ്റർനാഷണൽ സിസ്റ്റം. ഇന്ത്യൻ സിസ്റ്റമിലെ 10 lakhs ആണ് 1 million. 1 crore ആണ് അവിടുത്തെ 10 million. 10 crores ഈക്വൽ ടു 100 million. 100 crores is equal to 1 billion. ഇത് റിവൈസ്. നെക്സ്റ്റ് നമ്മൾ ചാപ്റ്റർ 3 മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിൽ പേജ് നമ്പർ 31 നന്നായി റിവൈസ് ചെയ്യണം. വിച്ച് ഈസ് ലാർജർ, ഹൗ മച്ച് മോർ. അത് ഈ മെത്തേഡാണ് നമ്മൾ ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് റിവൈസ് ചെയ്യണം. പേജ് നമ്പർ 33 ബോക്സ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് നമ്മൾ നോട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, നന്നായി റിവൈസ് ചെയ്യണം. സെക്കൻഡ് മോഡൽ 3 ഡിജിറ്റ് നമ്പർ 2 ഡിജിറ്റ് നമ്പറിന് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണത്. ഇത് നമ്മൾ നോട്ട്ബുക്കിൽ ചെയ്തിട്ടുണ്ട്. ഇതും നന്നായി റിവൈസ് ചെയ്യണം. പേജ് നമ്പർ 36 റിവൈസ് ചെയ്യണം. സ്ക്വയർ നമ്പേഴ്സ് എന്താണെന്ന് പഠിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേജ് നമ്പർ 38 25 × 16 രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് തന്നിട്ട് സിംഗിൾ പ്രോഡക്റ്റ്. ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് നമ്പറാണ് 25 × 16. അതിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് നമ്മൾ കണ്ട ഒറ്റ നമ്പർ 20 × 20 ആക്കണം. അപ്പോൾ ടീച്ചർ പറഞ്ഞ ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നന്നായി റിവൈസ് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.